CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നടൻ സലീം കുമാർ ഇനി മലയാളി മനസ്സിലെ ചിരിയോർമ്മ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 56-ാം വയസ്സിലാണ് അന്ത്യം. വടക്കൻ പറവൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി. കോൺക്രീറ്റ് മാലിന്യം പറമ്പിലും വഴിയിലും നിക്ഷേപിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കേച്ചേരി ആയമക്കു സ്വദേശികളായ 3 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. മതിലകത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫിയെ മർദ്ദിച്ച സംഭവത്തിൽ രായ്മരയ്ക്കാർ വീട്ടിൽ അബ്ദുൽ കരീമിന്റെ മക്കളായ റൌഫ്, റാസിഖ് എന്നിവർക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തത്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇത്തവണ കൂടുതൽ കാലവർഷ മഴ ലഭിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. യുവാവിനെ വിളിച്ചുവരുത്തിയ ക്രൂരമായ ആക്രമണം. അകലാട് ചെറുതോട് പുരയ്ക്കൽ 35 വയസ്സുള്ള മുസ്തഫയാണ് ക്രൂരമർദ്ദനത്തിനിരയായത്. ബൈക്കിൽ പിന്തുടർന്ന് വന്ന് ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് തലയിലും തോളിലും അടിച്ചതായും അവശനായി കിടന്ന ഇയാളെ മർദ്ദിച്ച് റോഡിലൂടെ വലിച്ചിഴച്ചതായും പരാതി. പുന്നയൂരിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിച്ചു. അകലാട് ത്വാഹാപ്പള്ളി ബീച്ച് കരിമത്തിപ്പറമ്പിൽ മുബാറക്കിന്റെ ഓലമേഞ്ഞ വീടാണ് തകർന്നു വീണത്. കരുവന്നൂർ കേസ്. ഇഡിയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും നിയമപരമായി നേരിടുമെന്നും CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ജനത്തിന് ഇരുട്ടടിയായി വീണ്ടും പാചകവാതക വിലയിൽ വർധന. വീട്ടാവശ്യത്തിനുള്ള ഗാർഹിക സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാൾ ഭക്തി നിർഭരം. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെയും സംയുക്ത ഊട്ടുതിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ഞായറാഴ്ച ആഘോഷിച്ചത്. കേച്ചേരി കൂമ്പുഴയിൽ ഭീമൻ മലമ്പാമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന് സമീപമുള്ള കൂമ്പുഴയിൽ വലയിൽ കുടുങ്ങിയ ഭീമൻ മലമ്പാമ്പിനെയാണ് ചത്ത നിലയിൽ കണ്ടത്. പ്രശസ്ത ഗാനരചയിതാവ് P. ഭാസ്കരന്റെ പെൺ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയമായ പാട്ടുകൾ കോർത്തിണക്കി ഫോറം ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ ഇവന്റ്സ് സംഘടിപ്പിച്ച എല്ലാവരും ചൊല്ലണ് സംഗീത പരിപാടി ശ്രദ്ധേയമായി. പെരുമ്പിലാവ് ആൽത്തറയിൽ കിണറ്റിൽ വീണ ഗൃഹനാഥ മരിച്ചു. പെരുമ്പിലാവ് ആൽത്തറ സ്വദേശിനി കറുപ്പന്റെ വളപ്പിൽ വീട്ടിൽ കോമളമാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 സംഭവം. സമസ്ത കേരള സുന്നി ബാലവേദി ഭൂമിക്കൊരു തണൽ ഭാവിക്കൊരു കരുതൽ എന്ന പ്രമേയത്തിൽ ജൂൺ 5 മുതൽ 15 വരെ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിന് തുടക്കമായി. കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ മുന്നോടിയായി പതാക ദിനം ആചരിച്ചു. ജൂൺ 13, 14 തീയതികളിലായി കണ്ടാണശ്ശേരിയിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സ്പോർട്സ് കൗൺസിലും ചേർന്ന് 42ാമത് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തി. പൂക്കോട് കലാ സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ SMJ കേരള കളരി സംഘം കരിയന്നൂർ ഉന്നത വിജയം കരസ്ഥമാക്കി. കുന്നംകുളം കുറുക്കൻപാറ സൗഹൃദ നഗർ നിവാസികളെ ആശങ്കയിലാഴ്ത്തിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പ്രദേശത്ത് പാമ്പിനെ കണ്ടെത്തിയത്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ കാണിപ്പയ്യൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തുനിന്ന് അമിത വേഗതയിൽ വന്ന കാർ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ദേശീയപാത വില്യംസിൽ കനത്ത മഴയെ തുടർന്ന് സർവീസ് റോഡിൽ വെള്ളം കയറിയതോടെ വാഹനയാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതയാത്രയായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് സർവീസ് റോഡുകളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.